Yes, welcome back. So Yes. plus one allotment അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ വരുത്താൻ പാടില്ലാത്ത 5 മിസ്റ്റേക്കുകൾ നമുക്ക് Yes, പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആദ്യം ഓർമ്മിക്കേണ്ട 5 കാര്യങ്ങളാണ് അല്ലേ? മക്കളെ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് സ്കൂളുകളും ഒരുപാട് കോഴ്സ് കോമ്പിനേഷനും അവൈലബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്. ആദ്യം വേണ്ട സ്കൂളും ആദ്യം വേണ്ട കോഴ്സും ഒന്നാം നമ്പർ ആയിട്ട് ഇട്ട് കൊടുക്കുക. അതായത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു 20 സ്കൂളിന്റെയും പ്രയോറിറ്റി ഓർഡർ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ എപ്പോഴും അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യുക ഒന്നാമത് നിങ്ങൾ കൊടുക്കുന്ന സ്കൂളിലേക്കായിരിക്കും. അവിടെ നിങ്ങൾക്ക് അർഹത ഇല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3. അപ്പൊ ചില കുട്ടികൾ ഒന്നാമത് കേട്ടിട്ട് സയൻസിന് പോകാൻ ആഗ്രഹമുള്ളവർ ഒന്നാമതായിട്ട് കൊമേഴ്സ് കൊടുക്കും. അവർ ഓർക്കുന്ന ഏതെങ്കിലുമൊക്കെ കൊടുത്താൽ മതി എന്നാണ്. പക്ഷെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടി, കൊമേഴ്സിൽ ചേർന്നു, പിന്നീട് സയൻസിലേക്ക് മാറാൻ പറ്റുമെന്ന് പലവട്ടം നമ്മളോട് ചോദിക്കും. ഭയങ്കര തലവേദനയാണ്, പിന്നെ മാറാൻ പറ്റില്ല. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള കോമ്പിനേഷൻ ആയിരിക്കണം, അത്രയും ഉറപ്പുള്ള സ്കൂൾ ആയിരിക്കണം ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ പിന്നെ മാറാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറയല്ലേ. അപ്പോ എല്ലാ ഓപ്ഷനും നിങ്ങൾ 50 എണ്ണം കൊടുത്താൽ ആ 50 എണ്ണവും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്കൂളുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ്. അത് നിങ്ങൾ അവിടെ കോമ്പിനേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂൾ സബ്ജക്ട് കോമ്പിനേഷൻ അവിടെ ഉണ്ടോ എന്ന് മക്കൾ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോ ആർട്ടിസർ പറയുന്നത് ഇവിടെ ചില സ്കൂളുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആണ്. ചില സ്കൂളുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സിന് വരെ ഹോം സയൻസ് ആണ്. അപ്പൊ ജെഇ ഒക്കെ പോകാൻ, എഞ്ചിനീയറിംഗ് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് വേണം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കോമ്പിനേഷൻ ശ്രദ്ധിക്കുക. സബ്ജക്ട് കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഫുൾ എ പ്ലസ് കിട്ടിയിട്ടും പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷം ഏകദേശം 1200-ലധികം കുട്ടികൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെട്ടു, ഫുൾ എ പ്ലസ് ഉണ്ടായിട്ട് പോലും അല്ലേ. അപ്പൊ ഈ ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് അഡ്മിഷൻ കിട്ടാത്തതിന്റെ കാര്യം, നമ്മൾ വിചാരിക്കും നമുക്ക് ഫുൾ എ പ്ലസ് ആണ്, നമ്മൾ ഒന്നാമത് വെക്കുന്ന സ്കൂളിൽ കിട്ടും എന്ന് കരുതി ചില ആളുകൾ ഒന്നോ 2 ഓപ്ഷൻസ് കൊടുത്തിട്ട് അങ്ങ് നിർത്തും അല്ലെ. ചിലപ്പോ അവിടെ ഫുൾ എ പ്ലസ് കിട്ടിയാൽ പോലും ഇപ്പൊ ഈ വർഷം തന്നെ 10-30,000 കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കൂളിൽ എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആണ്, 50 സീറ്റാണ്, മുഴുവൻ പേർക്കും ഫുൾ എ പ്ലസ് ആണെങ്കിൽ മക്കൾ വിചാരിക്കുക അവിടെ ബോണസ് പോയിന്റ് വരും, ടൈ ബ്രേക്കിംഗ് വരും. ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടണം എന്ന് നിർബന്ധമില്ല. ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ കൊടുത്തേ മാക്സിമം നമ്പർ, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. അടുത്തത് മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് ആണ്. കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളെ പറ്റി വ്യക്തമായി നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടിക്ക് ഇടുന്ന സ്ഥലങ്ങളുണ്ടല്ലേ. ഇത്രയും USSന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, NMMSന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, LSS എല്ലാ സർട്ടിഫിക്കറ്റും ടിക്കറ്റ് വെക്കും, അല്ലെങ്കിൽ SPCന്റെ ടിക്കറ്റ് വെക്കും. പക്ഷേ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ റദ്ദാക്കും. അതെ, നിങ്ങൾക്ക് ബോണസ് പോയിന്റിനുള്ള, ടൈ ബ്രേക്കിങ്ങിനുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ NCCയിലുണ്ട്. ഇവിടെ ടിക്കറ്റു എന്നിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ല, അഡ്മിഷന് പോകുമ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ റദ്ദാക്കും. പല കുട്ടികളുടെയും കഴിഞ്ഞ വർഷം റദ്ദാക്കിയിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സിൽ മെമ്പർ ആണ്, A ഗ്രേഡ് ഉണ്ടെന്ന് പറഞ്ഞ് ടിക്കറ്റ് കൊടുത്തു, എന്നിട്ട് ബോണസ് പോയിന്റിൽ അവരത് കൺസിഡർ ചെയ്ത് അഡ്മിഷൻ തന്നു. ചെല്ലുമ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, അഡ്മിഷൻ റദ്ദാക്കും. തീർച്ചയായും സർട്ടിഫിക്കറ്റ് മാത്രമേ ഇങ്ങനെ ടിക്കറ്റ്. അപ്പൊ ഇവിടെ ഓരോന്നും അതിന് ബോണസ് പോയിന്റ് ആണെന്നില്ല. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, കോ കരിക്കുലർ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ ഉള്ളതിന് മാത്രമേ ഇവിടെ ടിക്കറ്റ് കൊടുക്കാവൂ. സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതൊരിക്കലും മറക്കരുത്. എല്ലാത്തിന്റെയും സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കരുതി വെച്ചേക്കുക. ആൻഡ് ഇനി പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു മാക്സിമം നമ്പർ ഓഫ് ഓപ്ഷൻസ് കൊടുക്കണം എന്ന്. ചില കുട്ടികൾ ഏത് സ്കൂളാണ്, അത് ഏത് സ്ഥലത്താണെന്നൊന്നും നോക്കാതെ എല്ലാ സ്കൂൾ, കോഴിക്കോട് ജില്ല നോക്കുകയാണെങ്കിൽ അവിടെ നിരവധി സ്കൂളുണ്ട്, അല്ലെ എറണാകുളം നോക്കുകയാണെങ്കിൽ നിരവധി സ്കൂളുണ്ട്. ഈ സ്കൂൾ ഏത് സ്ഥലത്താണ്, നിങ്ങൾക്ക് പോയി പറ്റാൻ പറ്റുന്ന സ്ഥലമാണോ, അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടോ, ഇതൊന്നും നോക്കാതെ കണ്ണു അടച്ച് ചില കുട്ടികൾ എന്ത് ചെയ്യും, അങ്ങ് കൊടുത്തേക്കും. സയൻസ് കണ്ടാൽ അങ്ങ് കൊടുക്കും. എന്നിട്ടാണ് മിസ് ഇത് ദൂരെയാണ്, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പൊ മക്കള് മനസ്സിലാക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് മുൻപേ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്കൂളുകൾ അവിടെ അല്ല, ദൂരെയാണെങ്കിൽ ഹോസ്റ്റൽ ഉണ്ടോ, ഇതൊക്കെ നിങ്ങളുടെ പാരന്റ്സിന്റെ വ്യക്തമായിട്ട് അറിഞ്ഞ് കൊടുക്കുന്ന 50 ഓപ്ഷൻ കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ 50ഉം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ആയിരിക്കണം, നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കണം. ഏതിൽ കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൊടുക്കുന്ന എല്ലാ സ്കൂളുകളും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചുകളായിരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപേക്ഷാ ഫോമിൽ ഒരു തെറ്റും വരുത്താൻ പാടില്ല. സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക, കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഈ അപ്ലിക്കേഷൻ ഫോമിലെ മിസ്റ്റേക്ക് കാരണം ഒരുപാട് പേർക്ക്
അഡ്മിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മക്കളെ. പിന്നീട് സപ്ലിമെന്ററിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അവസരം കിട്ടുക. അതുകൊണ്ട് ആദ്യമേ തന്നെ സമയമുണ്ട്, തെറ്റുകൾ വരുത്തരുത് അല്ലേ? യെസ്. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇതാണ് നമ്മുടെ ചെയ്ത് കമ്മ്യൂണിറ്റി നമ്പർ 8589000301 എന്നുള്ള നമ്പറിൽ ഇതിൽ കോൺടാക്ട് കോൺടാക്ട് ചെയ്യാം അല്ലേ? Okay. അപ്പോൾ ബൈ.